പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സഭ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാന പുളകിതയായ ഒരു സഭയാണ്. അതിന് കാരണങ്ങൾ നിരവധിയാണ്. അതിലെടുത്തു പറയാവുന്ന ഒരു കാരണം പരിശുദ്ധ സഭയ്ക്ക് ശുശ്രൂഷ നിർവഹിക്കുവാൻ ലോകമെമ്പാടുമുള്ള പരിശുദ്ധ സഭയുടെ വയൽ പ്രദേശങ്ങളിൽ ശ്രേഷ്ഠവും മഹത്തരവുമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ നല്ല പുരോഹിതരെ ലഭിക്കുന്നു എന്നതാണ് ഒരു കാരണം. അങ്ങനെ സഭയുടെ സന്തോഷവും അഭിമാനവും വർദ്ധിക്കുന്നതിന് വേണ്ടി ഇന്ന് പരിശുദ്ധ സഭ ഒരു വൈദികനെ കൂടെ രൂപപ്പെടുത്തുകയാണ്. സഭയുടെ അഭിമാനം, സന്തോഷം വർദ്ധിക്കുകയാണ്. മലങ്കര സഭയിലെ പ്രസിദ്ധമായ കൊടസനാട് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പിൽഗ്രീം സെൻറ്റർ പള്ളിയിലെ മഠത്തിൽ വടക്കേതിൽ ശ്രീ ഒ പാപ്പച്ചൻ്റെയും ശ്രീമതി ജോയമ്മ പാപ്പച്ചൻ്റെയും മകൻ ഡീക്കൻ മാത്യു ജെയ്സ് പാപ്പച്ചൻ എന്ന വൈദിക പട്ടം പരിശുദ്ധ സഭയുടെ കൈവെപ്പിനാൽ സ്വീകരിക്കുകയാണ്. കൊടസനാട് ഇടവകയെ മുഴുവനായി അഭിനന്ദിക്കുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അച്ഛൻ്റെ മിസസ് അൻസു കൊച്ചമ്മയുടെ കുടുംബത്തെ എല്ലാം അഭിനന്ദിക്കുകയാണ്. മദ്രാസ് ഭദ്രാസനത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ശമ്മാശൻ നാഗപ്പൂർ സെമിനാരിയിൽ, സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ പഠനം പൂർത്തിയാക്കിയത്. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്ന അഭിയന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറോസ് തിരുമേനിയാണ്. ജെയ്സ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ സെമിനാരിയിലേക്ക് അയച്ചത്, പഠിപ്പിച്ചത്. തിരുമേനിയുടെ ശിഷ്യനാണ്, തിരുമേനിയുടെ ആത്മീയ പുത്രനാണ് ബഹുമാനപ്പെട്ട മാത്യു പാപ്പച്ചൻ ശമ്മാശൻ. തിരുമേനിയുടെ പ്രാർത്ഥനയും ആശീർവാദവും ഈ ശുശ്രൂഷയിൽ നമ്മോടൊപ്പം ഉണ്ട് എന്നറിയുക. തിരുമേനിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ ഒരു പട്ടക്കാരനായിട്ടാണ് ജയ്സമ്മാശൻ ഇപ്പോൾ പരിശുദ്ധ സഭയിൽ പട്ടം കെട്ടപ്പെടുന്നത്. ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട തോമസ് ഐസക് അച്ഛൻ, വൈദിക സംഘം സെക്രട്ടറി ബിജു മാത്യൂസ് അച്ഛൻ, മറ്റെല്ലാ വൈദികരും, വൈദിക കുടുംബവും, എല്ലാ ഇടവകളും ഇടവക ജനങ്ങളും ചമ്മാശന് പ്രാർത്ഥനയും ആശീർവാദവും അനുമോദനവും നേരുന്നു. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഈ സമയം അറിയിക്കുന്നു. ഞാൻ ചമ്മാശൻ്റെ വിവാഹ ശുശ്രൂഷയുടെ സമയത്ത് ഈ പള്ളിയിൽ വെച്ച് തന്നെ ചമ്മാശൻ ലഭിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത പറഞ്ഞിരുന്നു. ഇത് കേട്ടവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്നെനിക്ക് തോന്നുന്നു. സഭയുടെ നിയമമനുസരിച്ചും ഡിസിപ്ലിൻ അനുസരിച്ചും വൈദിക സെമിനാരി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 3 വർഷം കഴിഞ്ഞിട്ട് സബ് ഡീക്കനാകും. 4 വർഷം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ചതിന് ശേഷം പൂർണ്ണ ശമ്മാശൻ, ഫുൾ ഡീക്കനാകും.
അതിനുശേഷം വൈദികനാവും, കശീശയാവും. അതാണ് സഭയുടെ നിയമം, ഡിസിപ്ലിൻ, സംഹിത. ചമ്മാശനോട് അനുഗ്രഹം ലഭിച്ചത് അതൊന്ന് തിരിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ, സബ്ഡീക്കൻ കഴിഞ്ഞ് കല്യാണം കഴിക്കേണ്ടതാണ്. പക്ഷെ കല്യാണത്തിന് മുമ്പേ ചമ്മാശൻ പൂർണ്ണ ചമ്മാശനായി. അത് ഞാൻ കാരണം പറഞ്ഞിരുന്നു. പരിശുദ്ധ സഭയുടെ വിശുദ്ധ മൂറോൻ കൂദാശ മാർച്ച് മാസത്തിൽ നടന്നപ്പോൾ 12 പൂർണ്ണ ചമ്മാശന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിരുന്നു. അങ്ങനെ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ പ്രത്യേക അനുവാദത്തോടെ, കൽപ്പനയോടെയാണ് ചമ്മാശനടക്കം 12 ചമ്മാശന്മാരെ പൂർണ്ണ ചമ്മാശന്മാരാക്കിയത്. അവർക്ക് അനുവാദവും കൊടുത്തു പൂർണ്ണ ചമ്മാശപ്പെട്ടതിന് ശേഷം വിവാഹം കഴിക്കാൻ. അത് അപൂർവമായി മാത്രം 10 വർഷവും 12 വർഷമൊക്കെ കൂടിയിരിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ്. അങ്ങനെ ഒരു അനുഗ്രഹം ചമ്മാശൻ ലഭിച്ചു. അതല്ലാതെ നോർമൽ സിറ്റുവേഷനിൽ പൂർണ്ണ ചമ്മാശനായി കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ ശ്രമിച്ചാൽ ആ ചമ്മാശൻ അല്ലെങ്കിൽ അച്ഛൻ സഭയിൽ നിന്ന് മുടക്കപ്പെടും, മാറ്റപ്പെടും. അതാണ് സഭയുടെ നിയമവും ഡിസിപ്ലിൻ. ഇത് പ്രത്യേക അനുവാദം ലഭിച്ചിട്ടാണ് ചമ്മാശൻ പൂർണ്ണ ചമ്മാശപ്പട്ടത്തിന് ശേഷം വിവാഹം കഴിച്ച് ഇപ്പോൾ കശീശ പട്ടം സ്വീകരിക്കുന്നത്. ചമ്മാശനോട് എനിക്ക് ഒരേ ഒരു നിർദ്ദേശവും ഉപദേശവുമേ ഉള്ളൂ പറയാൻ. ചമ്മാശൻ്റെയും അൻസ കൊച്ചമ്മയുടെയും ജീവിതത്തിൽ നിങ്ങളൊരു ജീവിത ടാഗ് ലൈൻ എഴുതി വെക്കണം. നമ്മളിപ്പോൾ ടാഗ് ലൈനിൻ്റെ കാലമാണല്ലോ. എന്ത് ചെയ്താലും, എന്ത് പ്രോഡക്റ്റ് നടത്തിയാലും, എന്ത് പ്രവർത്തിച്ചാലും നമുക്കൊരു ടാഗ് ലൈൻ ഉണ്ടാകുമല്ലോ. ഞാൻ ഇന്ന് ചമ്മാശന് നൽകുന്ന ടാഗ് ലൈൻ യേശുക്രിസ്തുവിൻ്റെ ടാഗ് ലൈനാണ്, ടു സെർവ് നോട്ട് ടു ബി സെർവ്ഡ്. ഇത് ചമ്മാശന് മാത്രമുള്ളതല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ട ടാഗ് ലൈനാണ്. ഞാനിന്ന് ചമ്മാശനോട് എടുത്തു പറയുന്നതിന് കാരണം ചമ്മാശൻ ഇപ്പോൾ പട്ടം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ചമ്മാശനും കൊച്ചമ്മയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വമായി, പ്രമാണമായി, ജീവിത ആദർശമായി, നിലപാടായി ഈ വാചകം എഴുതി സൂക്ഷിക്കൂ. യേശുക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. ടു സെർവ്, ശുശ്രൂഷിക്കുവാനാണ് വന്നത്, ശുശ്രൂഷിക്കപ്പെടുവാനല്ല. ടു സെർവ് നോട്ട് ടു ബി സെർവ്ഡ്, ശുശ്രൂഷിക്കപ്പെടുവാനല്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം. പട്ടം ഏൽക്കുമ്പം മാത്രം ഞാൻ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു, ഞാനത് ടാഗ് ലൈനായിട്ട് എൻ്റെ മനസ്സിലും ഹൃദയത്തിലും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ജീവിതത്തിൽ ഉടനീളം, ജീവിതകാലയളവ് മുഴുവൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചാലും, എന്തെല്ലാം ഉയർച്ചകൾ ലഭിച്ചാലും, ഏതൊക്കെ പദവിയിലേക്ക് കയറിയാലും ഈ ഒരു ആദർശവാക്യം ജീവിതത്തിൻ്റെ മനോമുഗ്രങ്ങളിൽ എഴുതി സൂക്ഷിക്കുക. ടു സെർവ് നോട്ട് ടു ബി സെർവ്ഡ്. സെർവ് എന്ന വാക്ക് സേവനത്തിൻ്റേതാണ്, ശുശ്രൂഷയുടേതാണ്. ഞാൻ വിവാഹത്തിന് അച്ചമ്മാശനോട് പറഞ്ഞ സന്ദേശം, അൻസു കൊച്ചമ്മയോട് പറഞ്ഞ സന്ദേശം മിനിസ്ട്രിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാണ്. മിനിസ്റ്ററാണത്. മിനിസ്ട്രി ശുശ്രൂഷയാണ്, സേവനമാണ്, സെർവിങ് ആണ്. സെർവ് എന്ന് വെറുതെ പറഞ്ഞാൽ പറ്റില്ല. അതിനകത്ത് 5 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട് സെർവിൻ്റെ അകത്ത്, SERVE. അത് ഓരോ ഇംഗ്ലീഷ് ലെറ്ററും എക്സ്പാൻഡ് ചെയ്താൽ എന്താണ് സെർവ്, സെർവിങ് എന്ന് കിട്ടും. ഒന്നാമത്തത് എസ് ആണ്. എസ് എക്സ്പാൻഡ് ചെയ്യാം. പല വാക്കുകളുണ്ടെങ്കിൽ ഒരു വാക്ക് എടുക്കുന്നുള്ളൂ, സിമ്പിൾ. നമ്മൾ ശുശ്രൂഷിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞത് ആ സിംപ്ലിസിറ്റിയിലാണ് അദ്ദേഹം പറയുന്നത്. വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഭാവത്തിലാണ് കർത്താവ് പറയുന്നത്, ഞാൻ വന്നത് ശുശ്രൂഷിക്കുവാനാണ്. ആണ് കർത്താവ് കാലുകൾ കഴുകി ശിഷ്യന്മാരുടെ. ജീവിതം മുഴുവൻ അതായിരുന്നല്ലോ. സിമ്പിളായിരിക്കണം, ലാളിത്യമുള്ളതായിരിക്കണം. എത്ര വലിയ ആളായാലും, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ദൈവം തന്നാലും
വിനയത്തോടെ, ലാളിത്യത്തോടെ എല്ലാത്തിനും സ്വീകരിക്കണം. നിങ്ങൾ സബ് ഡീക്കനായിരുന്നപ്പോൾ ആയാൻ ഘട്ടം വന്നപ്പോൾ നിങ്ങൾ 4 പേരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ വൈദിക സെമിനാരി വിദ്യാർത്ഥികളായിരുന്നു, ഇനി ചെമ്മാശനാകാൻ പോവുക. 1 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞു, ചെമ്മാശനായാൽ ഞാൻ ഏതാണ്ടായി, മറ്റുള്ളവരെക്കാട്ടിൽ ഞാൻ ഏതാണ്ട് മിടുക്കനായി, എന്തോ പദവി ലഭിച്ചു. കൊടസനാട്ട് പള്ളിയിൽ തിരിച്ചു പോയാൽ പിന്നെ കൊടസനാട്ട് പള്ളിയിൽ എൻ്റെ കൂടെ കളിച്ചവർ, എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ കൂടെ സൺഡേ സ്കൂളിൽ പ്രവർത്തിച്ചവർ, എൻ്റെ കൂടെ യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തിച്ചവർ, അവരെയൊന്നും കണ്ടാൽ എനിക്ക് അറിയത്തേ ഇല്ല. പിന്നെ ഞാൻ ഏതാണ്ടായി, നിങ്ങളെക്കാട്ടിലൊക്കെ വലിയ സ്ഥാനവും പദവിയും കുപ്പായവും തൊപ്പിയും ഒക്കെ ലഭിച്ച വലിയ ആരാണ്ടാണ് എന്നുള്ള ഭാവം അത് വേണ്ടാന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. തിരിച്ച് കൊടശാട് പള്ളിയിൽ പോയാൽ കൊടശാട് പള്ളിയിലുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, ഇടവകക്കാരെ കണ്ടാൽ ചിരിക്കണം, സംസാരിക്കണം, അവരോട് ഇടപെടണം. പലയിടത്തും കാണുന്നറിയാവും, സബ് ഡീക്കനായാൽ തന്നെ, സെമിനാരി കയറിയപ്പോൾ തന്നെ ഏതാണ്ടായെന്ന ഭാവമാണ്. സബ് ഡീക്കനായി കഴിഞ്ഞാൽ പിന്നെ ആരെ കണ്ട അറിയത്തില്ല, തിരിച്ചറിയത്തില്ല, കൂടെ പഠിച്ചവരാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആകരുത് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം പരുമലപ്പള്ളി വെച്ച്. അതുകൊണ്ട് സെർവ് എന്ന വാക്കിൻ്റെ 1ാമത്തെ ലെറ്റർ എസ് ആണ്, സിമ്പിൾ ആയിരിക്കണം. 2ാമത്തേത് ഇ ആണ്, എൻകറേജ്മെൻ്റ് എന്നാണ്. മറ്റുള്ളവരുടെ നന്മ കണ്ടാൽ അത് പ്രോത്സാഹിപ്പിക്കണം. അതെങ്ങനെയാണ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത്? മറ്റുള്ളവരിൽ നന്മ കണ്ടാൽ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഇടവകക്കാർ, അവരിലൊരു നന്മ കണ്ടാൽ അത് നല്ലതാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നത് എങ്ങനെയാണ്? അവരെനിക്ക് എന്നെക്കാട്ടിൽ മിടുക്കരാണെന്ന് തോന്നുമ്പോഴല്ലേ. സെർവിൻ്റെ, എൻ്റെ മിനിസ്ട്രിയുടെ വളരെ മനോഹരമായൊരു ഭാവമാണത്. മറ്റുള്ളവരുടെ നന്മ കണ്ടാൽ അത് നന്മയാണെന്ന് പറയുക, സന്തോഷത്തോടെ അതുകൊണ്ട് പങ്കെടുക്കുക. സെർവിൻ്റെ മറ്റൊരു മുഖമാണ് ഇ. അടുത്തത് ആർ സ്റ്റാൻഡ്സ് ഫോർ റെസ്പെക്റ്റ്, ബഹുമാനം. അത് ഭാര്യയെ ബഹുമാനിക്കണം, മക്കളെയും ബഹുമാനിക്കണം, അപ്പനമ്മമാരെ ബഹുമാനിക്കണം, കൂടെയുള്ള അച്ഛന്മാരെയും മെത്രാച്ചന്മാരെയും ബഹുമാനിക്കണം, ഇടവകക്കാരെയും, അച്ഛൻ ഇടവകയിൽ പോകുന്ന ഇടവകയിലെ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. അത് സെർവിൻ്റെ മറ്റൊരു ഭാവമാണ്. ബഹുമാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ആദരവ് കൊടുക്കുക. SER. വി, മൂല്യം, വാല്യൂ എന്ന വാക്കാണ് എടുത്തത്. വാല്യൂ, മറ്റുള്ളവർക്ക് വിലയുണ്ട്, അത് വില കൊടുക്കണം. മറ്റുള്ളവർക്കുള്ള വില കൃത്യമായി നമ്മൾ കൊടുക്കുമ്പോൾ അത് സെർവിൻ്റെ ഒരു ഭാവമാണ്. നമ്മൾ പലപ്പോഴും ഇന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, കൊടുക്കാറില്ല. എന്ത് കിട്ടിയാലും നമ്മൾ വാങ്ങിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? അങ്ങനെ ഒരു പരിപാടിയേ നമുക്കില്ല. എന്ത് കിട്ടിയാലും പോരട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ? നമ്മുടെ പള്ളിയിൽ, അച്ഛൻ ഇടവക വികാരിയായിരിക്കുമ്പോൾ പള്ളിയിൽ, സ്കൂളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ അതിഥികളായി വരുന്നവർ, അവരെ നമ്മൾ അവരുടെ വാല്യൂ അനുസരിച്ച് വാല്യൂ കണക്കാക്കണം. അവരെ അതനുസരിച്ച് അവരോട് പ്രതികരിക്കണം. അത് സെർവിൻ്റെ ഒരു ഭാവമാണ്. അവരെ ബഹുമാനിക്കുന്നതിൻ്റെ മറ്റൊരു തലമാണ് വാല്യൂ ചെയ്യുക, അവർക്ക് മൂല്യം കൊടുക്കുക എന്നുള്ളത്. അവസാനത്തേത് വൺ മോർ, വൺ മോർ ദെയർ. ഇ ഫോർ എമ്പതി, സഹാനുഭൂതി, താതാത്മ്യം പ്രാപിക്കുക, മറ്റുള്ളവരോട് താതാത്മ്യം പ്രാപിക്കുക, അവരുടെ ഭാവത്തോട്. അച്ഛനിപ്പോൾ ഒത്തിരി പേര് ഇനി പരിചയപ്പെടാൻ പോവുക. വികാരിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഇടവകയിലെ, സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവരെ, സാമ്പത്തികമായി പല സ്റ്റാൻഡിലുള്ളവരെ എല്ലാം കാണാൻ പോവുക, ശ്രദ്ധിക്കാൻ പോവുക, പ്രയാസപ്പെടുന്നവരെ കാണാൻ പോവുക, പണക്കാരെ കാണാൻ പോവുക. അവരുടെ ജീവിത നിലവാരത്തോട് നമുക്ക് ബന്ധപ്പെടാൻ, താതാത്മ്യപ്പെടാൻ, അവരോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ഭാവം സെർവിൻ്റേതാണ്. അത് സേവനത്തിൻ്റേതാണ്. ആ സേവനത്തിൻ്റെ ഭാവം ശമാശൻ, അച്ഛൻ കൈമുതലായി സ്വീകരിക്കുക, ജീവിതത്തിലുടനീളം നിലനിർത്തുക. എസ് ഫോർ സിമ്പിൾ, സിംപ്ലിസിറ്റി. ഇ ഫോർ എൻകറേജ്മെൻറ്റ്. ആർ ഫോർ റെസ്പെക്റ്റ്.
and V for value, and then one more E for empathy. അതായിരിക്കണം serve. To serve, not to be served. എന്നെ എല്ലാവരും ഇങ്ങോട്ട് ശുശ്രൂഷിക്കുവാൻ അല്ല, ഞാൻ അങ്ങോട്ട് ശുശ്രൂഷിക്കുവാനാണ് വന്നതെന്ന തത്വം, മൂല്യം, പോളിസി, നിലപാട് വിധത്തിൻ്റെ മനസ്സ് ഹൃദയങ്ങളിൽ എഴുതി സൂക്ഷിക്കുക. അച്ഛൻ മാത്രമല്ല, കൊച്ചമ്മയും കുടുംബവുമായി ആ ജീവിതാദർശത്തിൽ നിലനിൽക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ചമ്മാസിന് നേരുന്നു. ഞാൻ മദ്രാസ് ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷകനാണ്. അതുകൊണ്ടാണ് ഈ പട്ടംകുടയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്, സംബന്ധിക്കുന്നത്. ചമ്മാച്ചൻ മദ്രാസ് ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷയിലേക്കാണ് അദ്ദേഹം കടന്നു വരുന്നത് എന്ന് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. എല്ലാവർക്കും ഈ ഇടവകയിലെ അച്ഛൻ്റെ സുഹൃത്തുക്കളായി, ബന്ധുക്കളായി, പ്രിയപ്പെട്ടവരായി, കുടുംബാംഗങ്ങളായി, അച്ഛനെ പഠിപ്പിച്ച അച്ഛന്മാരായി, അച്ഛനെ ഇവിടെ പരിശീലിപ്പിച്ച മുൻ വികാരിമാർ, അച്ഛൻ്റെ സുഹൃത്തുക്കളായ അച്ഛന്മാർ ധാരാളം പേരെ ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരുടെയും സ്നേഹ സന്തോഷം അറിയിക്കുന്നു.